മതി കേട്ടോ. എന്നിട്ട് അതിൽ വീണ്ടും ഒരു ചെറിയ സർക്കിൾ ഔട്ട്ലൈൻ വരച്ചിട്ട് ഇതായി കാണുന്ന പോലെ ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അതിന് എൻഡിൽ ഇതുപോലെ പെറ്റൽസ് ആക്കി കൊടുക്കുക. കറക്റ്റ് വലിപ്പമൊന്നും വേണ്ട, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടാണ്. ഇനിയും അതേപോലെ തന്നെ സർക്കിൾ ഔട്ടർ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ മിഡ് പോയിന്റിൽ വരച്ചു കൊടുത്ത് എന്നിട്ട് അതിന് 5 പെറ്റലായിട്ടാണ് തിരിച്ച്, താഴെ 3 എണ്ണം മുകളിൽ 2 എണ്ണമായിട്ട് കേട്ടോ. എന്നിട്ട് താഴെ ഇങ്ങനെ എല്ലാ പെറ്റൽസിനും ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇതേപോലെ നമ്മൾ ചുറ്റിലും ചെയ്യണം. എത്ര സർക്കിൾ വരയ്ക്കാൻ കഴിയുമോ അത്രയും വരച്ചിട്ട് നമ്മൾ ചുറ്റിലും വരച്ചു കൊടുക്കുക. സെയിം തന്നെയാണ് കേട്ടോ, എല്ലാ ഫ്ലവറും സെയിം തന്നെയാണ് വരയ്ക്കുന്നത്. ഔട്ടർ സർക്കിൾ വരച്ചിട്ട് ഉള്ളിൽ 5 പെറ്റൽസ് വരുന്ന രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരേ സൈസിലാക്കിയിട്ട് വരയ്ക്കാം. ഇത്രയും കട്ടിയാക്കിയിട്ട് ഔട്ടറൊന്നും വരയ്ക്കണ്ട. ഞാൻ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയായിട്ട് ഔട്ടർ വരച്ചിട്ടുണ്ട്. തിന്നായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഇതുപോലെ എല്ലാ പെറ്റൽസും ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇല്ലേ, സെൻറ്ററിൽ നിന്ന് താഴേക്ക് 2 എണ്ണം, അല്ല 3 എണ്ണം, മുകളിലേക്ക് 2 എണ്ണം. എന്നിട്ട് ആ സർക്കിളിൻ്റെ പുറത്തേക്കായിട്ട് ഇങ്ങനെ പെറ്റൽസിന് ഷേപ്പ് വരച്ചു കൊടുക്കുക. സാവധാനം ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാ ഫ്ലവേഴ്സും വരച്ചിട്ട് ഇനി നമ്മൾ ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക. എല്ലാ പെറ്റൽസിനും നീറ്റായിട്ട് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക. 1-2 ലൈനൊക്കെ ഒന്ന് കുറച്ച് വലിയതാക്കിയിട്ട് വരച്ചിട്ട് ബാക്കി ചെറുതാക്കിയിട്ട് ഷെയ്ഡിങ് ചെയ്താൽ മതി. ഷെയ്ഡിങ് ചെയ്തതിന് ശേഷം ഔട്ടർ തിക്ക് ചെയ്യണം. എല്ലാ പെറ്റൽസിൻ്റെയും എൻഡ് നീറ്റായിട്ട് തിക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഷെയ്ഡിങ്ങും ചെയ്ത് കൊടുക്കുക. സാവധാനം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഷെയ്ഡിങ്. ഇതേപോലെ എല്ലാത്തിൻ്റെയും ചെയ്യുക. നമ്മൾ സെൻറ്ററിലുള്ള ഈ ഒരു പോർഷനിൽ ഇതുപോലെ സ്ലാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഒരു ഡിസ്റ്റൻസിൽ വരച്ചിട്ട് ഒന്ന് ചെക്സ് ആക്കി മാറ്റാം. ഇതുപോലെ ഏത് ഡിസൈനും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കാം. ഇപ്പോൾ ചെക്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് പുറത്തുള്ള ഭാഗങ്ങളിൽ നമ്മളിതുപോലെ ലീഫുകൾ കൊടുക്കുകയാണ്. ലീഫ് നമുക്ക് നമ്മൾ പഠിച്ച ഏത് ലീഫ് വേണമെങ്കിലും കൊടുക്കാം. ഇത് 2 എണ്ണം തിക്ക് ചെയ്യുക. സെൻറ്റർ എടുത്തത് നമ്മളിങ്ങനെ കുത്തി വരയുന്ന പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതും ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ലീഫുകൾ കൊടുക്കുക കേട്ടോ. സെയിം തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് നമ്മൾ പഠിച്ച ലീഫുകളിൽ ഏത് വേണേലും കൊടുക്കാം. ഒരുപാട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വരയ്ക്കരുത്. ഫ്ലവറിനോട് ചേർത്തിട്ട് തന്നെ വരയ്ക്കുക കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, അവിടെ മാത്രം ഫില്ല് ചെയ്യുന്നില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇതും 2 എണ്ണം ഫില്ല് ചെയ്തിട്ട് സെൻറ്ററത്തെ അതുപോലെ ഇങ്ങനെ കുത്തി വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി ബാലൻസ് വരുന്നിടത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സെൻറ്ററിൽ ഓരോ